ഹലോ എവ്രി വൺ, വെൽക്കം ടു ഫിറ്റ്നസ്. നിങ്ങൾക്കും എല്ലാവരും അവരുടെ ഹെൽത്തും വെൽനെസ്സൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരു ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കും, ഫിറ്റ്വെല്ലിൽ ഞാൻ കോച്ചായിരുന്ന സമയത്ത് മെജോറിറ്റിയും ലേഡീസിനെയായിരുന്നു കോച്ച് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് പലരും ഭയങ്കര തിരക്കുള്ള ലൈഫ് സ്റ്റൈലായിരുന്നു. ഒരുപാട് പേർക്ക് ഓഫീസ് ജോലിയുണ്ട്, ചിലർക്ക് ഓഫീസിലല്ലെങ്കിലും വീട്ടിൽ നല്ല തിരക്കുള്ള ജോലി. പിന്നെ കുട്ടികൾ, ചിലർ പുറത്താണ്, ഹെൽപ്പില്ല, നാട്ടിലാണ് എങ്കിലും പണി കൂടുതലാണ്, ഹെൽപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അങ്ങനെ പല പല. പിന്നെ സ്ട്രെസ് ലെവലും ആരുടെയും സ്ട്രെസ് ഇല്ല എന്ന് പറയുന്ന ഒരു കൂട്ടരെയും ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ലേഡീസാണ് ഫിറ്റ് ആവാൻ അല്ലെങ്കിൽ ഹെൽത്ത് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് കോച്ചിങ്ങിന് വന്നത്. ഞാൻ ആലോചിക്കുമായിരുന്നു, ഇവരുടെ അടുത്ത് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും, എങ്ങനെ ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുമെന്ന്. കാരണം അവർക്ക് അങ്ങോട്ട് പറയുന്നേക്കാളും അവരുടെ വിഷമങ്ങളും അവരുടെ ഡിഫിക്കൽട്ടിയൊക്കെ കേൾക്കുമായിരുന്നു ഞാൻ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഉള്ളിൽ തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു. ഒരുപാട് പേർക്ക് നല്ലോണം വയറ് കുറയ്ക്കണം എന്ന ആഗ്രഹവും. ഇത്രയും തിരക്ക് പിടിച്ച അവരുടെ ലൈഫിൽ ഞാൻ എങ്ങനെ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുന്ന എനിക്ക് നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇന്നത്തെ ലഞ്ചാണ്. കുറച്ച് കീനോ ഉണ്ടായിരുന്നു, പണ്ടെങ്ങാണ്ട് വാങ്ങിയതാണ്, അത് തീർക്കാമെന്ന് വിചാരിച്ചു. കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് ചുമ്മാ വേവിച്ചെടുത്തത്. ചെറിയ രീതിയിൽ മസാല ഇട്ടിട്ടുണ്ട്, അതിൽ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഒരു പീസ് സാൽമൺ, കുറച്ച് ഗ്രീക്ക് യോഗട്ട്, ബാലൻസിന് വേണ്ടിയിട്ടാണ്. സയൻസ് പ്രോസസ്സിലൊക്കെ എനിക്ക് നല്ല വിശ്വാസമാണ്. എന്നാലും ഞാൻ അവരുടെ ലൈഫ് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യും, എനിക്ക് അവരുടെ ജീവിതത്തിൽ വലിയ ഹോൾഡില്ലല്ലോ, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ ഒരു മാജിക്കാണ് എല്ലാം. ആകെ അവർക്ക് വേണ്ടത് ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു. ഒരുപാട് പേർക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാം, ഒരുപാട് പേർക്ക് അറിയാം, പക്ഷെ അത് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റിയത് ഒരു സപ്പോർട്ടാണ്, മെൻ്റൽ സപ്പോർട്ടും ഒരു ഗൈഡൻസും. എനിക്കറിയാവുന്നത് പറഞ്ഞു കൊടുക്കാൻ പറ്റി. പിന്നെ ഞാനുമായിട്ട് അവർ ഇതിൽ കമ്മിറ്റഡ് ആയത് കാരണം അവർക്ക് കൺസിസ്റ്റൻസി വന്നു. അവർ എത്ര മാസം അല്ലെങ്കിൽ ഈവൻ 1.5 വർഷം വരെ ആൾക്കാർ കമ്മിറ്റ് ചെയ്തിട്ട് അത് അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇച്ചിരി തെറ്റുമെന്നാലും ആ ലോങ് ടേം കമ്മിറ്റ്മെൻറ്റിൽ നല്ല പ്രോഗ്രസ് വന്നു. പതിയെ അവരുടെ സ്വഭാവം മാറി, ലൈഫ് സ്റ്റൈൽ മാറി, ഫിസിക്കൽ അപ്പിയറൻസ് മാറി, വെയിറ്റ് ലോസും വന്നു.